അതേ, ഒരു കാര്യം പറയട്ടെ. ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകട്ടോ. അത് 100% ഉറപ്പാണ്. അപ്പം എങ്ങനെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടിട്ട് അതുപോലെ മക്കളങ്ങ് ചെയ്താട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ഉണ്ടാവില്ല ജീവിക്കാനായിട്ട്. ഓക്കെ. ഇപ്പം മിക്ക വ്യക്തികളും ഉണ്ടല്ലോ, എന്ത് രോഗം വന്നാലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാണ്ട് മരുന്ന് അങ്ങ് വാരി വലിച്ച് കഴിക്കും. അതൊരിക്കലും തെറ്റാട്ടോ. ഒരിക്കലും എന്ത് രോഗാവസ്ഥയാണെങ്കിലും എന്ത് വേദന അവസ്ഥ ആണെങ്കിൽ പോലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലാണ് ഒരിക്കലും നിങ്ങൾ മരുന്ന് കഴിക്കരുത്. നിങ്ങളുടെ കിഡ്നിക്ക് വളരെ വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഉറക്കം പോകാൻ പേടിച്ചിട്ട് മൂത്രം അങ്ങ് പിടിച്ചു വയ്ക്കുക, അതൊക്കെ വളരെ ദോഷം ചെയ്യുന്നൊരു അവസ്ഥ കേട്ടോ. പിന്നെന്ന് വെച്ചാൽ മദ്യപാനം, പുകവലി, മറ്റ് ദുശീലങ്ങൾ, അല്ലെങ്കിൽ ഉപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ, ഇതൊക്കെ നമ്മുടെ കിഡ്നി അടിച്ചു പോകുന്നൊരു കാര്യം കേട്ടോ. ഉറപ്പാണ്. ഇറച്ചി അധികമായിട്ട് ഉപയോഗിക്കുക, സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, ഇതൊക്കെ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകുന്നൊരു ഭാഗം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വക സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ കിഡ്നിക്ക് ദോഷം സംഭവിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് കിഡ്നിയോട് കൂടി ജീവിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവും, കാഞ്ഞു പോകും കേട്ടോ. അത് ഉറപ്പാണ്. കിഡ്നിയിലേക്ക് നമുക്കൊരു ജീവിക്കൊക്കത്തോ? ഒരിക്കലും ഒക്കത്തില്ല അല്ലേ? അത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്?